നോമ്പ് കാലഘട്ടം ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കേണ്ടുന്ന ആ നാളുകൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നിമിഷം ക്രൂശിനോട് അടുക്കുമ്പോൾ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വെറുതെയുള്ള ഒരു പ്രവേശനമല്ല. കഴുതപ്പുറത്ത് സമാധാനത്തിന്റെ പ്രഭുവായി, സമാധാനത്തിന്റെ രാജാവായി, രാജകീയമായൊരു പ്രവേശനമാണ് നമുക്ക് കാണുവാൻ കഴിയുക. യെരുശലേമിലുള്ള ജനം മുഴുവനും ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ച്, രാജാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് ഹോശന്ന പാടി കർത്താവിനെ അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. നോമ്പിന്റെ കാലഘട്ടം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രാജാവായി സ്വീകരിക്കേണ്ടുന്ന നിമിഷങ്ങളാണ്. ഇന്നലെ വരെ ആരാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്? എന്ത് ഹിതത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ചിരുന്നത്? നോമ്പ് കാലഘട്ടം നമ്മോട് പറയുകയാണ്, ക്രിസ്തുവിനെ രാജാവായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കർത്താവിന് സമർപ്പിക്കേണ്ടുന്ന നാളുകളാണ്. ക്രിസ്തുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടുന്ന നാളുകളാണ്. ഒരിക്കലും തെറ്റിന്, പിശാചിന് നമ്മുടെ ജീവിതങ്ങളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചുകൊണ്ട് സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിപ്പാൻ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.